ഇന്റഗ്രേഷനിലെ അടുത്ത ടോപ്പിക്കാണ് മൾട്ടിപ്പിൾ ഇന്റഗ്രൽ. ഈ മൾട്ടിപ്പിൾ എന്നുള്ള മീനിങ് ഒന്നിൽ കൂടുതൽ എന്നാണ്. അപ്പൊ മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ ഇന്റഗ്രേഷൻ. അപ്പൊ ഇതിനകത്ത് രണ്ട് ഇന്റഗ്രേഷൻ ആണ് സാധാരണ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഡബിൾ ഇന്റഗ്രലും, രണ്ട് ട്രിപ്പിൾ ഇന്റഗ്രലും. അതിനകത്ത് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക. ട്രിപ്പിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഡബിൾ ഇന്റഗ്രൽ. അപ്പൊ നമുക്ക് 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ സാധാരണയായിട്ട് അതിനകത്ത് 2 ഇന്റഗ്രേഷൻ സൈൻ ഉണ്ട്. ഇത് സി ടു ഡി, ഇതിന്റെ ലിമിറ്റ് സി ടു ഡി, എ ടു ബി. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് കോമ വൈ, നമ്മൾ ഇത്ര നേരം പഠിച്ചിരിക്കുന്നത് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താണ്? എഫ് ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ആദ്യം ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോ എക്സ് വെച്ച് ചെയ്യുമ്പോൾ അതിന്റെ ലിമിറ്റ് കൊടുക്കേണ്ടത് എന്തായിരിക്കണം? എ ടു ബി ആയിരിക്കണം. ആ കിട്ടിയ റിസൾട്ടിനെ വൈ വെച്ച് ചെയ്യുക, അതിന്റെ ലിമിറ്റ് ആയിരുന്നു സി ടു ഡി. മാറിപ്പോകരുത് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ വരുന്നത് എ ടു ബി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ്. ഇത് ഫസ്റ്റ് ചെയ്യാം. അതിന് ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വൈ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക, സി ടു ഡി. ഇനി അടുത്തത് എ ടു ബി ഇന്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി വൈ ഡി എക്സ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം വൈ വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം, അല്ലെ? ഇതിന്റെ ലിമിറ്റ് എന്താണ്? സി ടു ഡി ആണ്. അപ്പൊ സി ടു ഡി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി വൈ. ഇനി അതിന്റെ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിന്റെ ലിമിറ്റ് എന്താ കൊടുക്കേണ്ടത്? എ ടു ബി. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? ഡബിൾ ഇന്റഗ്രൽ. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, അപ്പോൾ ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിന് നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ഇന്റഗ്രലിലെ പ്രോബ്ലംസ് ചെയ്യാണ്. അതിനകത്ത് ഫസ്റ്റ് ഡബിൾ ഇന്റഗ്രലിനകത്തുള്ള പ്രോബ്ലം ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 1 to 3 ഇന്റഗ്രൽ 2 to 4 14 - 2xy dy dx. ഇതിനകത്തുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ 112, ബി 114, സി 120, ഡി 122. അല്ലെ? അതിനകത്ത് കറക്റ്റ് ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിനെ ആദ്യം നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിന്റെ ലിമിറ്റ് എന്താണ്? 2 to 4 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1 to 3, അല്ലെ? ഫസ്റ്റ് നമ്മൾ 14നെ y വെച്ചിട്ട് ചെയ്യണം. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് 40 dy. 40 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അപ്പൊ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും എന്താണ്? 40y ആണ്. അപ്പൊ നമുക്ക് കിട്ടും 40y മൈനസ് നമുക്ക് 2xy ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ ഓഫ് 2xy dy. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? 2x നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ 2x ഇന്റഗ്രേഷൻ ഓഫ് y dy, അല്ലെ? അപ്പൊ നോക്കുന്നുണ്ട് 2x അതേപോലെ തന്നെ y നെ ഇന്റഗ്രേറ്റ് ചെയ്താല് y² ഡിവൈഡ് ബൈ 2. 2 2 എന്തായി പോകും? കട്ടായി പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്? എക്സ് y² മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് y². അതിന്റെ ലിമിറ്റ് എന്താണ്? 2 to 4 dx. ഇത് നമുക്ക് y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. വൈയുടെ സ്ഥാനത്തൊക്കെ 4ഉം 2ഉം കൊടുക്കണം. അപ്പൊ എന്തായിരിക്കും? 1 to 3 40 ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. വൈക്ക് നമ്മൾ 4 കൊടുത്തു കഴിഞ്ഞാൽ 4 കിട്ടും. വൈക്ക് നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 കിട്ടും. അപ്പൊ 4 - 2 മൈനസ് എക്സ് ഇൻറ്റു ഇത് നമ്മൾ വൈക്ക് നമ്മൾ 4 കൊടുക്കും. അപ്പൊ എന്തായിരിക്കും? 4² മൈനസ് 2 കൊടുക്കുമ്പോൾ 2² ഇൻറ്റു ഡി എക്സ്. അപ്പൊ 4 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. 2 × 40 എന്ന് പറഞ്ഞാൽ 80 ആണ്. അപ്പൊ 1 to 3 80 മൈനസ് 4² എന്ന് പറഞ്ഞാൽ 16 ആണ്. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 16 - 4 = 12. 12x dx. അപ്പൊ ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോ ഇവിടെ 14നെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 40y ആണെങ്കിൽ ഇവിടെ 18നെ നമ്മൾ x വെച്ച് ചെയ്യുമ്പോൾ 80x മൈനസ് 12, അല്ലെ? 12 ഇൻറ്റു
എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 അപ്പൊ നമുക്ക് കിട്ടും 80x മൈനസ് 6x സ്ക്വയർ അല്ലെ. അപ്പൊ ലിമിറ്റ് എന്താണ് 1 to 3. ഓക്കെ, ഇനി നമുക്ക് 1 to 3 അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുക 80 ഇൻറ്റു എക്സിന് 3 കൊടുക്കുക മൈനസ് 1 മൈനസ് 6 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 ഇൻറ്റു 80 എന്ന് പറഞ്ഞാൽ 160 മൈനസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 9 മൈനസ് 1 എത്രയാണ് 8 ഇൻറ്റു 6 48. അപ്പൊ റിസൾട്ട് എത്ര കിട്ടുക 160 മൈനസ് 48 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 112. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടി. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ സാധാരണ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇതിനകത്ത് കുറെ സ്റ്റെപ്പുകൾ വന്നിട്ടുണ്ട്, അത് നമുക്ക് റെഡ്യൂസും ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യാന്നാണ് നോക്കുന്നത്. നമ്മൾ ആ സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്തിട്ട് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഇവിടെ y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ സ്റ്റെപ്പൊന്നും എഴുതേണ്ട കാര്യമില്ല. 14 ഇന്റഗ്രേറ്റ് ചെയ്താൽ 40y കിട്ടും. അപ്പൊ yക്ക് നമ്മൾ 4 മൈനസ് 2 ആണ് കൊടുക്കേണ്ടത്. അപ്പൊ 40 ഇൻറ്റു 4 മൈനസ് 2. അപ്പൊ 40 ഇൻറ്റു 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമുക്ക് കിട്ടും 80 മൈനസ് അതിനടുത്ത് എന്താണ്, ഇതിനെ y വെച്ച് ചെയ്യുമ്പോൾ 2xy² ബൈ 2 വരും. 2 2 കട്ടായി പോകും, x അവിടെ ഉണ്ടാവും. ഇതിനടുത്ത് എന്താണ്, yക്ക് നമ്മള് y സ്ക്വയർ ആണ് വരുന്നത്. y സ്ക്വയർ നമ്മൾ 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അപ്പൊ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 16 മൈനസ് 4 ഇസ് ഈക്വൽ ടു എന്താണ് 12. അപ്പോ ഇത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനെ x വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, 80നെ നമ്മള് x വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 80x ആണ്. എക്സിന് 3 മൈനസ് 1 കൊടുക്കുക, ഇപ്പൊ 2. അപ്പൊ 80 ഇൻറ്റു 2 എന്ന് പറഞ്ഞാല് നമുക്ക് 160 കിട്ടി. മൈനസ് ഇനി അടുത്ത് എന്താണ് 12 അല്ലെ. 12 എക്സ് സ്ക്വയർ ബൈ 2 ആണ് വരുന്നത്. അപ്പൊ 2 വരും. അപ്പൊ എക്സ് സ്ക്വയർ വരുമ്പോ എന്ത് കിട്ടും, 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അപ്പൊ 160 ഇവിടെ ഇതായിട്ട് 6 കിട്ടും. അപ്പൊ 9 മൈനസ് 1 8 8 48 ഇസ് ഈക്വൽ ടു എത്രയ്ക്ക് 112 കേട്ടോ. നിങ്ങൾ അങ്ങനെ ശീലിക്കണം. ഇനിയും സ്റ്റെപ്പ് കുറക്കാൻ പറ്റുവാണെങ്കിൽ ഇനിയും സ്റ്റെപ്പ് കുറയ്ക്കണം. ഇനി രണ്ടാമത്തെ പ്രോബ്ലം ആണ്, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 2 to 4 ഇന്റഗ്രൽ 1 to 3 40 മൈനസ് 2xy dx dy ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ പ്രോബ്ലത്തിൽ നിന്ന് dy dx ആയിരുന്നു, അതിന് പകരം dx dy എന്ന് പറഞ്ഞാൽ ആദ്യം x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലിമിറ്റ് 3ഉം 1ഉം കൊടുക്കണം. അതിനുശേഷം y വെച്ച് ആ കിട്ടിയ റിസൾട്ടിന് നമ്മൾ y വെച്ച് ചെയ്യണം. അതിനുശേഷം 2ഉം 4ഉം കൊടുക്കണം അല്ലെ. അപ്പൊ എന്താണ്, ഒന്നും കൂടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ 2 to 4 അപ്പൊ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ 40x മൈനസ് പിന്നെ എന്താണ് x വെച്ച് എങ്ങനെ ചെയ്യുന്നത്, അപ്പൊ 2y x സ്ക്വയർ ഡിവൈഡ് ബൈ 2. 2 2ഉം കട്ടായി പോയി 1 to 3 dy അല്ലെ. ഇനി അടുത്ത് എന്താണ് 2 to 4 40 ലിമിറ്റ് കൊടുക്കണം. 3 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്, 3 മൈനസ് 1 എന്ന് പറഞ്ഞാല് 2 ആണ്. അപ്പോ 2 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ 80 മൈനസ് അതിനടുത്ത് y ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എക്സ് സ്ക്വയർ 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 മൈനസ് 1 8. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 8y കിട്ടി ഇൻറ്റു dy. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യണം, y വെച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് കൊടുക്കേണ്ട 80y ആണ്. അപ്പൊ 80 ഇൻറ്റു y എന്ന് പറയുന്നത് എന്താണ് 4 മൈനസ് 2. അപ്പൊ നമുക്ക് കിട്ടും ഇൻറ്റു 2 മൈനസ് 8 ഇൻറ്റു y സ്ക്വയർ ബൈ 2 y സ്ക്വയർ ബൈ 2. ഇതിന് എന്താ കൊടുക്കേണ്ട 2 to 4 അല്ലെ, ഇതിന് കൊടുക്കണം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 160 മൈനസ് 4 ഇൻറ്റു 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടും 160 മൈനസ് 4 ഇൻറ്റു 16 മൈനസ് 4 ഇസ് ഈക്വൽ ടു 12. അപ്പൊ 160 മൈനസ് 12 ഇൻറ്റു 4 48 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 112. അപ്പൊ നേരത്തെ കിട്ടിയ ആൻസർ തന്നെയാണ് കിട്ടുന്നത്.
മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ആൻസർ സെയിം തന്നെയായിരിക്കും. പക്ഷെ ലിമിറ്റ് എന്തുണ്ട്? ലിമിറ്റും വ്യത്യാസപ്പെടും. വെറുതെ നമ്മൾ dy/dx ചെയ്താൽ പോരാ, ലിമിറ്റും എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലം ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 2 x plus y dy/dx. ഇതാണ് നമ്മളെ പ്രോബ്ലം. അതിനകത്തുള്ള ഓപ്ഷൻ 9, ബി 11, സി 13, ഡി 15 അല്ലെ. അപ്പൊ നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് ചെറുതാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഫുൾ ആയിട്ട് ചെയ്യുന്നില്ല. രണ്ട് രീതിയിൽ ഞാൻ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 to 1 അവിടെ തന്നെ കിടന്നോട്ടെ. എക്സ് വൈ പ്ലസ് 5y. മനസ്സിലായോ? അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ കിട്ടും എക്സ് പ്ലസ് 5 ഇൻറ്റു y എന്ന് എഴുതാൻ പറ്റും. 0 to 2 dx. അപ്പൊ നമ്മൾ എന്താണ്? 2 മൈനസ് 0 2 തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടും ഇന്റഗ്രൽ 0 to 1 2 ഇൻറ്റു എക്സ് പ്ലസ് 5 dx. ഇനി നമ്മൾ ഇതിനെ എക്സ് വെച്ച് ചെയ്യാം. അപ്പൊ 2 കോമൺ ആയിരിക്കും. ഇനി എക്സിനെ ചെയ്താൽ കിട്ടും എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 5x 0 to 1 അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്? 0 to 1 ആ. 1 കൊടുത്താൽ മതി. 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പൊ നമുക്ക് കിട്ടുക 2 ഇൻറ്റു 1/2 പ്ലസ് 5 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടും 1/2 പ്ലസ് 5. അപ്പൊ കിട്ടുന്ന എന്തായിരിക്കും? അപ്പൊ 2 ഇൻറ്റു നമ്മൾ ഇതിന്റെ LCM എടുക്കണം അല്ലെ. ഇത് 5/1 എന്നാണ് മീനിങ്. അപ്പൊ അടിയിലത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 1 എന്ന് പറയുന്നതിലേക്കും 2 തന്നെയാണ്. പിന്നെ അടുത്ത് എന്താണ്? ക്രോസ് മൾട്ടി ചെയ്യാം. 1 പ്ലസ് 2 ഇൻറ്റു 5 10 അല്ലെ. 2 2 കട്ടായി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 11 ആണ് ഇതിന്റെ ആൻസർ. മനസ്സിലായോ? ഇതിനെ തന്നെ ഒന്ന് സ്പീഡിൽ ഒന്ന് ചെയ്തു നോക്കാം. എങ്ങനെ ചെയ്യാം? എക്സിന് എക്സ് പ്ലസ് വൈന് നമ്മള് y വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y തന്നെയാണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ. ഇത് നമ്മൾ 2 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ നമുക്ക് കിട്ടും 2 ഇൻറ്റു എക്സ് പ്ലസ് 5 കിട്ടും. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? എക്സ് വെച്ച് ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു എക്സിന് ചെയ്ത എക്സ് സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ നമ്മൾ 1 ആണ് എടുക്കുന്നത്. അപ്പൊ 1/2 പ്ലസ് 5 ഇൻറ്റു 1 5 തന്നെയാണ്. അപ്പൊ ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാല് 2 LCM എടുക്കുക. അപ്പൊ 2 കൂടി ഉണ്ട്. 1 പ്ലസ് 5 ഇൻറ്റു 2 10. 2 2 കട്ടായി പോയിട്ട് 11. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 1 to 3 മൈനസ് 1 to 1 4x പ്ലസ് 6y dy/dx. ഇതിനകത്ത് എന്താണ്? ഫസ്റ്റ് y വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 to 3 4xy പ്ലസ് y. ഇവിടെ y ഉണ്ട് അല്ലെ. y ചെയ്താൽ y സ്ക്വയർ ബൈ 2 6y സ്ക്വയർ ബൈ 2 മൈനസ് 1 to 1 2 2 കട്ടായി പോയി. ഇവിടെ എന്താണ്? 3 ബാക്കി ഉണ്ടാവും. പിന്നെ dx. അപ്പൊ എന്താ കിട്ടിയിരിക്കുന്നത്? 1 to 3 4xy പ്ലസ് 3y സ്ക്വയർ മൈനസ് 1 to 1 dx. ഇനി നമ്മള് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്തിനാ കൊടുക്കേണ്ടത്? വൈക്ക് മാത്രമേ കൊടുക്കാവൂ. അപ്പോ 1 to 3 4x അവിടെ കിടക്കട്ടെ. ഇനി അടുത്ത വൈക്ക് 1 എടുത്ത 1 മൈനസ് മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു y സ്ക്വയർ 1 സ്ക്വയർ മൈനസ് മൈനസ് 1 സ്ക്വയർ dx അല്ലെ. അപ്പൊ എന്തായിരിക്കും? ഇന്റഗ്രൽ 1 to 3 4x അവിടെ തന്നെ കിടക്കട്ടെ. അപ്പൊ എന്തായിരിക്കും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി അല്ലെ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പൊ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ? 2. അപ്പൊ ഇൻറ്റു 2 കിട്ടി. പ്ലസ് 3 ഇൻറ്റു 1 സ്ക്വയർ എത്രയാണ്? 1 തന്നെ. മൈനസ് 1 സ്ക്വയർ. അപ്പൊ മൈനസ് 1 സ്ക്വയർ എന്താണ്? പോസിറ്റീവ് 1 ആവും കേട്ടോ. മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 1 സ്ക്വയർ ആണ് കിട്ടുക. 1 ഇൻറ്റു dx അല്ലെ. എന്താണ്? മൈനസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് 1 ആണ്. പക്ഷെ മൈനസ് 1 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1 ആണ്. അപ്പൊ ഇതിന്റെ പവർ ഇവൺ ആണെങ്കിൽ എന്തായിരിക്കും? മൈനസിന്റെ പവർ ഇവൺ ആണെങ്കിൽ പ്ലസ് ആയിരിക്കും. മൈനസിന്റെ പവർ ഓഡ് ആണെങ്കിൽ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഓർത്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്താ ഇവിടെ കിട്ടുന്ന? 1 to 3 8x അല്ലെ. ഇവിടെ 1 മൈനസ് 1 എന്തായി മാറി? 0 ആയിരിക്കും അല്ലെ.
അപ്പൊ അത് മൊത്തം എന്തായിപ്പോ 0 ആയിട്ട് മാറും. അപ്പൊ dx അപ്പൊ എന്ത് കിട്ടും 8x² ഡിവൈഡ് ബൈ 2 1 2 3 2 2 കട്ടായി 2 8 കട്ടാക്കി ഇവിടെ 4 ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടും 4 into 3² minus 1 square. അപ്പൊ 9 minus 1 8 4 32. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് 32. മനസ്സിലായോ? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 2 to 4 0 to 2 x² by dy dx. ഓപ്ഷൻ 15, B16, C17, D18 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോ ഫസ്റ്റ് എന്താണ് x വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ x² ഉണ്ട്. x² എന്ന് വെച്ചാൽ x³ 3 അല്ലെ? x³ 3 y into x³/3 y into x³/3 അവിടെ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? x³ ആണ് അല്ലെ? x³ ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അതോടെ 0 to 2 ആണ് കൊടുക്കണം. അപ്പോ y/3 into 2³ minus 0³ that is equal to എന്താണ് y/3 into 8 അല്ലെ? അപ്പൊ 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ 8/3 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ റിസൾട്ടിനെ y വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 8/3 into y² divided by 2 y² divided by 2. അപ്പൊ നമുക്ക് 2 to 4 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും 4. അപ്പൊ 4/3 into y². അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ആണ് 4² മൈനസ് 2². അപ്പൊ നമുക്ക് കിട്ടും 4/3 into 16 minus 4 12. അപ്പൊ 12ഉം 3ഉം കട്ടായി 4. അപ്പൊ 4 into 4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 16. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ് 16 ആണ്. ഇനി അടുത്തത് ആറാമത്തെ പ്രോബ്ലം ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ -2 to 0 0 to 2 x² plus y² dx dy. ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ x വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നതാണെന്തെങ്കിലും x³ 3 പ്ലസ് y² into x ആണ്. എക്സിന് നമ്മൾ കൊടുക്കേണ്ടത് 0ഉം 2 ആണ്. അപ്പൊ നമുക്ക് 2³ മൈനസ് 0³ 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. 8/3 പ്ലസ് y² അല്ലെ? ഇനി എക്സിന് നമ്മൾ എന്താ കൊടുക്കുന്നത് 2 മൈനസ് 0. അപ്പൊ എക്സിന് 2 കൊടുക്കുമ്പോൾ 2 മൈനസ് 0 കൊടുക്കുമ്പോൾ നമുക്ക് 2 തന്നെ കിട്ടും. അപ്പൊ 2 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ -2 to 0 dy വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ 8/3 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. 8/3 y പ്ലസ് ഇനി അടുത്ത 2 into y³/3 കൊടുക്കണ്ട -2 to 0. അപ്പൊ അപ്പർ ലിമിറ്റ് 0 ആണ്, ലോവർ ലിമിറ്റ് -2 ആണ്. അപ്പൊ 8/3 into 0 minus -2 plus 2/3 into 0³ minus -2 whole cube. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി മാറി? പ്ലസ് ആയി. അപ്പൊ 2 into 8 എന്ന് പറഞ്ഞാൽ 16/3 പ്ലസ് 2/3 into 0³ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഇവിടുത്തെ -2³ എന്ന് പറഞ്ഞാൽ -8 ആണ് കേട്ടോ. ഇവിടെ എന്താണ് ഓഡ് പവർ ആവുമ്പോൾ -8 -8 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ നമുക്ക് കിട്ടും വെറും 8 കിട്ടും. അപ്പോ ഇതിനടിയിലൊക്കെ കോമൺ ആണ് അല്ലെ? 3 ആണ് LCM എടുത്തിരിക്കുന്നത്. അപ്പോ 16 പ്ലസ് 8 into 2 എത്രയായിരിക്കും 16. 16 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ എത്രയും 32/3. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അപ്പൊ ഡി ആണ് ഇതിന്റെ ഓപ്ഷൻ. ഇനി അടുത്ത ഏഴാമത്തെ പ്രോബ്ലം ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to ln. ln എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗരിതം ആണ്, നാച്ചുറൽ ലോഗ്. ലോഗരിതം ഓഫ് 3 0 to ln2 e⁻x+2y dy dx. ഇതിന്റെ ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ഇവിടെ e⁻x+2y എന്നാണ് അല്ലെ? അപ്പൊ അതിന് നമുക്ക് എന്താണ് ഇപ്പൊ e⁻m into e⁻n is equal to e⁻m+n എന്നാണ് എഴുതുന്നത്. അപ്പൊ ആ ഫോർമാറ്റിലാണുള്ളത് e⁻m+n. അപ്പൊ അതിനെ നമുക്ക് e⁻m into e⁻n. അപ്പൊ ഇതിനെ നമ്മൾ മാറ്റി എഴുതാണ് 0 to ln3 0 to ln2 e⁻x into e⁻2y dy dx. ഇനി നമ്മൾ എന്ത് ചെയ്യണം? y വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ e⁻x അവിടെ കിടന്നോടെ e⁻2y നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് e⁻2y dy ഈക്വൽ ടു എന്തായിരിക്കും? e⁻2y ഡിവൈഡഡ് ബൈ 2.
ഇവിടെ വൈനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 3 ആണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടും 0 to ln 3 e raised to x into e raised to 2y divided by 2 0 to ln 2 dx. ഇനി നമ്മള് ലിമിറ്റ് കൊടുക്കുക. അപ്പൊ കിട്ടും 0 to ln 3 e raised to x into by 2. ഇനി e raised to 2 into ln 2 minus e raised to 0. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലെ. അപ്പൊ നമുക്ക് അറിയാം ലോഗ് എ റേസ് ടു ബി ആണെന്ന് പറഞ്ഞാൽ ബി ലോഗ് എ എന്ന് എഴുതാൻ പറ്റും. ലോഗ് എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ലോഗ് എ. അപ്പൊ അതേപോലെയാണുള്ളത് ഇവിടെ എന്താണ് ബി ലോഗ് എ. അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ലോഗ് എ റേസ് ടു ബി. അപ്പൊ 2 ലോഗ് എൻ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും ഇന്റഗ്രൽ 0 to ln 3 e raised to x by 2 e raised to ln 2 square minus e raised to 0 dx. ഓക്കെ. അപ്പൊ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് അറിയാം. ഇനി അടുത്തെന്താണ് e raised to 0 എന്ന് പറയുന്നത് 1 ആണ്. e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 0 to ln 3 e raised to x by 2 into e raised to ln 4 2 square 4 minus 1 dx അല്ലെ. ഇനി ഒന്നും കൂടി ഉണ്ട്. e raised to log x എന്ന് പറയുന്നത് എന്താണ് വെറും x ആണ്. e raised to log x എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ e raised to log 4 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 0 to ln 3 e raised to x by 2 into അപ്പോ 4 minus 1 dx എന്ന് പറഞ്ഞാൽ 3. അപ്പൊ നമുക്ക് കിട്ടും 0 to ln 3 അപ്പൊ 3 by 2 e raised to x dx അല്ലെ. ഇനി നമുക്ക് e raised to x നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ e raised to x തന്നെയാണ്. അപ്പൊ 3 by 2 into e raised to x 0 to ln 3. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക 3 by 2 to e raised to ln 3 minus e raised to 0. അപ്പൊ നമുക്ക് e raised to log x എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ e raised to log 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 by 2 into 3 minus 1 e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 2 ആണ് വരും. 2 2 എന്തായി പോകും കട്ടായി പോകും. ഇസ് ഈക്വൽ ടു 3. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഇതിനെ തന്നെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടും e raised to x into 2y e raised to x into e raised to 2y. അതിന് നമ്മൾ y വെച്ച് ചെയ്യുമ്പോൾ കിട്ടും e raised to x into e raised to 2y divided by 2 അല്ലെ. ഇതിന് yക്ക് നമ്മള് 0 ഉം ln ഉം കൊടുക്കും. അപ്പൊ e raised to x by 2 into e raised to 2 ln 2 minus e raised to 0. ഓക്കെ. ഇനി നമുക്ക് കിട്ടും e raised to x by 2 into e raised to ln 2 square minus 1. അപ്പൊ 2 ln 2 എന്ന് പറഞ്ഞാൽ ln 2 square ആണ്. അപ്പൊ e raised to x by 2 into e raised to ln 4 minus 1. അപ്പൊ e raised to ln 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇയും ln ഉം കട്ടായി പോയിട്ട് 4 ആണ്. അപ്പൊ e raised to x by 2 into 4 minus 1 എന്ന് പറയുന്നത് എത്രയാണ് 3 ആണ്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം x വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക 3 by 2 into e raised to x തന്നെയാണ് 0 to ln 3. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 by 2 into e raised to ln 3 minus e raised to 0. അപ്പൊ e raised to ln 3 എന്ന് പറഞ്ഞാൽ 3 e raised to 0 എന്ന് പറഞ്ഞാൽ 1 3 minus 1 is equal to 2. 2 ഉം 2 ഉം കട്ടായി പോയിട്ട് എന്തായി മാറും 3 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇനി എട്ടാമത്തതാണ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 2 0 to 1 y cos x dy dx. അതിന്റെ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പൊ കോസ് എക്സ് അവിടെ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടും കോസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ആദ്യം നമ്മൾ y വെച്ച് ചെയ്തു. ഇതെന്താണ് 0 to 1 അല്ലെ, വൈക്ക് നമ്മൾ 0യും 1ഉം കൊടുക്കും. അപ്പൊ നമുക്ക് കിട്ടും കോസ് എക്സ് ഇൻറ്റു വൈക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 1/2 1/2 കോസ് എക്സ് 1/2 കോസ് എക്സ് കിട്ടി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടും കോസ് എക്സിന്റെ എന്താണ് സൈൻ എക്സ്. അപ്പൊ 1/2 സൈൻ എക്സ് 0 to 2. അപ്പൊ നമുക്ക് കിട്ടും 1/2 ഇൻറ്റു സൈൻ 2 മൈനസ് സൈൻ 0. സൈൻ 2 എന്ന് പറഞ്ഞാൽ സൈൻ 2 തന്നെ. 1/2 സൈൻ 2 ഇല്ലേ, നമുക്ക് ഓപ്ഷൻ സൈൻ 2 എന്നുള്ള ആണ്. സൈൻ 2 മൈനസ് സൈൻ 0 എന്ന് പറയുമ്പോഴത്തേക്കും 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 സൈൻ 2. ഇതായിരിക്കും ഇതിന്റെ ആൻസർ.